എല്ലാ ലൂക്കുട്ടനും രണ്ടാളും പുതിയ ഡ്രസ്സാന്ന് ഇട്ട് ചില്ലിട്ടാ. ഇന്നലെ മൊത്തം പിടി പൊട്ടിച്ചതിൻ്റെ ഇതാന്ന് കാണുന്നത്. അപ്പൊ ആരുടെ പോന്ന് അവിടുന്ന് ഇവരെല്ലാ കൊല്ലവും അതേപോലെ പോലുണ്ട്. കണ്ണനും പൊന്നൂസും മാളോച്ചിയുണ്ടാ എല്ലാവരും കൂടി എപ്പം പോകുന്നതാണ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ രാവിലെ എണീച്ച് കണിയെല്ലാം നേരത്തെ കണ്ടു. അപ്പോൾ കുളിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അമ്മക്കും പോവാറുണ്ട്. വേഗം വരണം കേട്ടാ. ടാറ്റാ വേഗം പോയിട്ടു കേട്ടാ. ഹാപ്പി വിഷു. പാൻറ് കയറ്റിക്കോ കുറച്ച്. എന്താ ലൂസാ? ഹാപ്പി വിഷു എല്ലാരോടും പറയും. അപ്പോൾ അതിലോകം അമ്പലത്തിൽ പോയിട്ടുണ്ട്. അവര് എല്ലാ ഓണത്തിനും വിഷുവിനും എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോകുന്നതാണ്. അപ്പോൾ വന്നിട്ട് എല്ലാവർക്കും കൂടി ഒന്ന് പോകണമെന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഇല്ല അമ്പലത്തിൽ. അപ്പോൾ എല്ലാ കൊല്ലമൊന്നും പോകലൊന്നുമില്ല ഓണത്തിനും വിഷുവിനും. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, അമ്പലത്തിൽ പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ ഒന്നും സമയം ഉണ്ടായിട്ട് കേട്ടാ മൊത്തം തിരക്കാണ്ടായിന്. കണി വെക്കേണ്ട സാധനം തന്നെ ഒന്നും വാങ്ങാൻ പോകാനോ ഒന്നിനും സമയം ഉണ്ടായില്ല. ഇല്ല സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് അതിൽ കൂടെ ചക്കയും മാങ്ങയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ കണിക്കൊന്നില്ലേ, നമ്മളെ കണിക്കൊന്നയാണ്. ഇപ്രാവശ്യം നമുക്ക് ആദ്യമായിട്ടുണ്ടായ കണിക്കൊന്ന ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ചെറിയൊരു കണിയാണ് കേട്ടാ. നമ്മളെ വീടെല്ലാം കണി വെക്കുന്ന സമയത്ത് മാവ് അരച്ചിട്ട് ഇതേപോലെ പുതിയ ചട്ടിയാണ്. ഇത് മാത്രമേ പുതിയ ചട്ടിയുള്ളൂ. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ മാവ് തേക്കും. അതുപോലെ തന്നെ തേങ്ങക്കും ചക്കക്കും വെള്ളരിക്കും എല്ലാം തേക്കും. അതേപോലെ ഇങ്ങനെ കളം വരച്ചിട്ട് അതിനെ കൊണ്ട് തന്നെ അതിലാക്കല്. പിന്നെ ഇതുപോലെ വാതിലിന് വെക്കും. അതിലിങ്ങനെ നമ്മളെ 3 പേരിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ തേക്കും. കഴിഞ്ഞാൽ തേച്ചൊക്കെ പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നലെ ഉണ്ണിയപ്പം മിനിയാന്ന് ഇന്നലെ പൊലച്ചക്ക് ചൂടാൻ തുടങ്ങിയിട്ട് ഇന്ന് പൊലച്ചക്ക് 3 മണിക്കാണ് ചുട്ട് കഴിഞ്ഞിന്. അത്രക്കും ഓർഡറായിപ്പോയി, ഒരുപാട് തിരക്കായിപ്പോയി. അമ്മയെല്ലാം ഇതുവരെ എണീച്ചിട്ടാ കടി തന്നെ വെച്ചിട്ടാ. എന്താ വെച്ചാൽ അത്രയും എല്ലാവരും ടയർഡായി. ഒന്നാമത് ചൂട്, പിന്നെ അടുപ്പിൻ്റെ ചൂട് വേറെ. എനിക്ക് പിന്നെ അതിന് മൊത്തം കൊടുക്കലും അങ്ങനെയുള്ള പരിപാടിയാണ് ഉണ്ടായിന്. രാത്രിയാകുമ്പോൾ പിന്നെ ഞാനും ചൂടാൻ വേണ്ടിയിട്ട് കുറേ സമയം അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാനും നിന്ന്. പിന്നെ അമ്മമ്മയും ഗീതമ്മയും അനിയത്തിയും അമ്മയും എല്ലാവരും അങ്ങനെ ചുട്ടി ഏകദേശം നമ്മളെ ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ലാസ്റ്റത്തെ വീട്ടിലെല്ലാം കൊടുക്കുമ്പോൾ ഞാൻ ബോക്സിലാക്കിയിട്ട് പുറത്ത് വെച്ചിട്ട് വരെ ഇതിന് അത്രയും വൈകിപ്പോയി. ഒരുപാട് ഓർഡറായി പോയി. അങ്ങനെ തിരക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇന്നലെ അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വിഷു ദിവസമാണ്. പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല, സാധാരണ വീട്ടിൽ വെക്കുന്ന പോലെ കുറച്ച് ഫുഡെല്ലാം ആക്കണം. ഇത് കണി തന്നെ ഞാൻ നിരത്തി വെച്ചാൽ പിള്ളേർക്ക് കാണണ്ടേ വിചാരിച്ചിട്ട് 3:30 ഞാൻ അപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ. എന്നിട്ട് അന്നേരം ഞാൻ ഉറങ്ങിപ്പോയാൽ പിന്നെ എണീച്ചിട്ടെങ്കിലും ആ ക്ഷീണം കൊണ്ട് വിചാരിച്ചിട്ട് വേഗം കണിയെല്ലാം നിരത്തി വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. എന്നിട്ട് 5:30 ആകുമ്പോൾ അലാറം വെച്ച് എണീച്ചിട്ട് വേഗം കത്തിച്ചിട്ട് അവരെ കണി കാണിച്ചു. അപ്പോൾ അവർ വന്നിട്ട് വേണം എനക്കും അമ്പലത്തിൽ പോകാൻ. ബാക്കി വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ അമ്മ എണീച്ചിട്ടുണ്ട്. അമ്മമ്മ പോയിട്ടാ. അമ്മമ്മ 2 ദിവസം മുന്നേ വന്നെയാന്ന്. വിഷുവിന്റെ തലക്കുന്നേ വന്നു അല്ലേ മേ? അന്നേരം ചീരലും പൊരിച്ചിട്ടുണ്ട്. അതിൽ ഉണങ്ങിപ്പോയിന് വെള്ളയിക്കണം. പിന്നെ വിഷു 1-ാം തീയതി ആയിട്ട് അമ്മമ്മക്ക് വീട്ടില് വിളക്ക് വെക്കണം എന്നല്ല ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് രാവിലെ പോയിട്ട് അതിന് വരുവാ ഉച്ചക്ക്? വരുവാന്നറിയില്ല, വരില്ലാണ്ടല്ലോ പോയത്. കഴിഞ്ഞിട്ടൊന്നും വരാറില്ലെന്ന് ചെറിയൊരു അധികം കൊടുത്തുവിടാം. അപ്പോൾ ഇന്നലെ ഒരു പൂരം തന്നെയായിരുന്നു അല്ലേ? വയറും ചങ്കും എല്ലാം പൊള്ളിട്ട് രാവിലെയൊക്കെ കൈ ഗ്ലാസ് പിടിച്ചിട്ട് ഇങ്ങനെ തന്നെ കൈ നീരുന്നേ ഇല്ല. അങ്ങനെ ഒഴിച്ച് കൈ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട്. നമ്മ കഴിഞ്ഞെല്ലാം ഒരു 4000-5000 അടുത്ത് കൊടുത്തിരുന്നു തോന്നല്ല മാം. അപ്പോൾ ഇപ്രാവശ്യം വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടാടെ തന്നെ എല്ലാവരും ഓർഡർ എടുത്തിട്ട് എണ്ണി നോക്കുമ്പോൾ തന്നെ ഒരു 5000-6000 ആയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ക്ലോസിട്ട് പറഞ്ഞിട്ട് ഇടേതിന്
പിന്നെ ചോദിച്ചവർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ട. എന്താ വെച്ചാൽ ഇത് അത്രയും ചുട്ടീരണ്ടേ, ഒരു 5000-6000 എല്ലാം നമ്മൾ ഈ ചെറിയ സൗകര്യത്തിൽ വെച്ചിട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അത്രയും സമയം എടുക്കും. പിന്നെ അത് മാത്രമല്ല ഇപ്രാവശ്യമെങ്കിലും കുറച്ച് നല്ല രീതിയിൽ ഗ്യാസിൻ്റെ അടുപ്പെല്ലാം മറ്റേ മണിക്കാനില്ലേ അങ്ങനെയുള്ള ഇതെല്ലാം വാങ്ങിയിട്ടെല്ലാം ആക്കണം എന്ന് ചോദിച്ചത്. അപ്പം അത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടെല്ലാം വന്നത്. അല്ല ഗ്യാസിൽ തന്നെ കുറേ ചുട്ടിട്ടുണ്ട്, ഞാൻ അടുപ്പിൽ ചുട്ടിട്ടു. അങ്ങനെയല്ല, ഞാൻ മറ്റേ പുറത്തന്നെ വെച്ചിട്ട് അങ്ങനെ കുറേ അങ്ങനെ 2-3 കാര്യമെല്ലാം വെച്ച് അങ്ങനെ ആക്കണം. എന്നിട്ടും 2-3 കാര്യമെല്ലാം വെച്ചിന്. ഗ്യാസിലൊന്ന് വെച്ചു, പുറത്തടുപ്പത്ത് ഗീതമ്മ ഇരുന്നിട്ട് വെച്ചു, അമ്മ ഉള്ളിന്ന് ഇപ്പുറത്തുനിന്ന് ഒരു കരയിൽ അങ്ങനെയും ചുട്ടു. 3 കാര വെച്ചു, ചീഞ്ചട്ടി വെച്ചു, അങ്ങനെ ആക്കിയിട്ട് ഉരുളിയിലേക്ക് കോരിയിട്ടിട്ട് അങ്ങനെ ആക്കിനി. എന്നാലും ഭയങ്കരമായിട്ട് പിന്നെ എല്ലാവരും ഒന്നാമത് ചൂട്, പിന്നെ ഇതിൻ്റെ ഇതുമായി പിന്നെ വന്ന ഓർഡറെല്ലാം നമുക്ക് സ്നേഹത്തോടെ നിരസിക്കേണ്ടി വന്നു കേട്ടാ. പക്ഷെ ആവില്ല എന്തായിട്ടും തന്നെ നമ്മൾ ചുട്ടി ഇരുമ്പത്തേനും ഇന്ന് പൊലച്ച 3 മണിയെല്ലാം കഴിഞ്ഞിനി ചുട്ടി തീർന്ന് എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും അല്ലമ്മ. പിന്നെ നമ്മ നടക്കാൻ വരുന്നുണ്ടായിട്ട് അടുക്കളയിലൊന്നും കാലിലൊട്ടി പിടിച്ചിട്ട് നമ്മളിപ്പോ കോരും കോരും അങ്ങോട്ട് ഒഴിക്കും കൊടുക്കും ആക്കും എല്ലാം ചെയ്യുമ്പോ അതെല്ലാം ഒന്ന് കടന്നു. പക്ഷെ പാത്രം തേച്ചും കഴുകാനുണ്ട് ഇത്ര, അതെല്ലാം നോക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നു. അതെല്ലാം കഴുകണ്ടേന്ന് വിചാരിച്ചിട്ട് നമുക്കത് പരിപാടി തുടങ്ങാം, കഴുകല് പരിപാടി. ഇറക്കി കൊണ്ടുവച്ചിട്ട് മുറ്റത്തുനിന്ന് കഴുകാം, മറ്റേ അകത്തുനിന്ന് കഴുകാനൊന്നും വേഗം ആവൂല. ഒരാളെ തേച്ചിട്ട് ഒരാളെ കഴുകാകുമ്പോൾ വേഗം ആവും. അപ്പൊ ഞാനിവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയല്ലേ അമ്പലത്തിൽ ഇതാ തൊഴാൻ വേണ്ടിട്ട് വന്നിട്ടായില്ലേ. ചോറെല്ലാം കഴിച്ചിട്ട് സമീപം രാത്രി ആയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ രാവിലെ തന്നെ ഒരു കോള് വന്നു. അപ്പോൾ നമ്മളെ അനിയൻ്റെ ഭാര്യയുടെ അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അതുകൊണ്ട് നമ്മൾ വിഷു അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ട, ഒന്നും ആഘോഷിക്കൊന്നും ചെയ്തിട്ട. അപ്പോൾ പെട്ടെന്നൊരു ഷോക്കായിപ്പോയി. 2 ദിവസം മുന്നേ ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി ചേട്ടായിട്ട് പോയിട്ടേ, എന്നാലും അവരവിടെ വന്നിട്ടുണ്ടായിനി. അപ്പം നമ്മെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞ് നല്ല സന്തോഷത്തോടെ പിരിഞ്ഞാണ്. ആടുന്നല്ല, അവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിനി വിഷുവിന്. പെട്ടെന്ന് ക്ഷീണമായി വീണിട്ട് അങ്ങനെയാണ് ഇതായിനി. അപ്പം ഇന്ന് എടുക്കൂല, നാളെ എടുക്കൂലു, ഇന്ന് വിഷുവായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു സങ്കടമായിപ്പോയി. അങ്ങനെ അസുഖമായിട്ട് ഇല്ലാരാണെങ്കിലും പ്രശ്നമില്ല, പെട്ടെന്ന് ഒരു ഷോക്കായിപ്പോയി അറിഞ്ഞേരം. ഫസ്റ്റ് നമുക്ക് നല്ലോണം സങ്കടമായിപ്പോയി. എന്ന് വെച്ചാൽ കുറച്ച് ദിവസം അവരവിടെ നിൽക്കെല്ലാം ചെയ്തുകൊണ്ട് അമ്മേരൊന്നിച്ച് തന്നെയാണ് ചെയ്തിന് കുറച്ച് ദിവസം. നല്ലോണം ഭയങ്കര ഒരു വിഷമമായിപ്പോയി. അതുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിട്ട. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിലെല്ലാം പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെ കോൾ വന്നിട്ടുണ്ടായിനി. പിന്നെ ഒന്നിനൊരു മൂടുണ്ടായിട്ടല്ല, പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ ചോദിച്ചിട്ട് അങ്ങനെ ചോറും കറി അങ്ങനെ ആക്കി കൊടുത്ത്. അപ്പോൾ പുതിയ വിശേഷമായിട്ട് പിന്നെ വരാം. എല്ലാവർക്കും ബൈ.